സൗഹൃദത്തിനിടയിലേക്ക് പ്രണയം കടന്നു വന്നപ്പോൾ തകർന്നത് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത മാത്രമല്ല, 2 ജീവനുകൾ കൂടിയാണ്. അവിശ്വസനീയമായ ചതിയുടെയും വിശ്വാസവഞ്ചനയുടെയും ഒടുവിൽ വിവാഹം നിശ്ചയിച്ചിരുന്ന യുവതിയെയും സുഹൃത്തായ യുവാവിനെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻചിറ മഠത്തിൽ മാരാത്ത വീട്ടിൽ ശ്രീജിത്ത്, വെണ്ണൂർ സ്വദേശിനി മിൽന എന്നിവരാണ് സ്നേഹഗിരിയിലെ വാടക വീട്ടിൽ ജീവിതം അവസാനിപ്പിച്ചത്. മിൽനയും ശ്രീജിത്തിന്റെ ഭാര്യ അഞ്ജനയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഈ സൗഹൃദത്തിന്റെ മറവിൽ ശ്രീജിത്തും മിൽനയും പ്രണയത്തിലായതാണ് എല്ലാ ദുരന്തങ്ങൾക്കും തുടക്കമിട്ടത്. ഇരുവരും തമ്മിലുള്ള അമിത സൗഹൃദത്തെ അഞ്ജന ചോദ്യം ചെയ്തതോടെ കുടുംബത്തിൽ കടുത്ത കലഹമായി. മാസങ്ങൾക്ക് മുൻപ് ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അഞ്ജനയ്ക്ക് മർദ്ദനമേറ്റിരുന്നു. ഒടുവിൽ ഉറ്റ കൂട്ടുകാരിയുടെയും ഭർത്താവിന്റെയും ചതി തിരിച്ചറിഞ്ഞ അഞ്ജന മനസ്സ് തകർന്ന് ഹാർബി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു. അഞ്ജന അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിടുമ്പോഴാണ് നാടിനെ നടുക്കിയ ഈ ഇരട്ട മരണം സംഭവിക്കുന്നത്. മിൽനയുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ശ്രീജിത്തുമായുള്ള ബന്ധം നാട്ടിൽ പാട്ടായതും അഞ്ജനയുടെ ആത്മഹത്യാ ശ്രമവും മിൽനയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങുമെന്ന ഭയവും വീട്ടുകാരെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസവുമാണ് മിൽനയെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബേക്കറിയിലെ ജോലി സ്ഥലത്തുനിന്ന് ചിട്ടിക്കുറി പതിപ്പിക്കാനെന്ന് പറഞ്ഞിറങ്ങിയ മിൽന പിന്നീട് മടങ്ങിയെത്തിയില്ല. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ശ്രീജിത്തിന്റെ വാടക വീട്ടിലെത്തിച്ചത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ശനിയാഴ്ച രാവിലെ പോലീസ് വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോൾ ഒരേ ഷോളിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും അഞ്ജനയുടെ ആത്മഹത്യാ ശ്രമവും അവരെ മാനസികമായി തളർത്തിയെന്നാണ് വിലയിരുത്തൽ. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മിനി ബസ് ഡ്രൈവറാണ് ശ്രീജിത്ത്. ഓസ്ട്രേലിയയിലുള്ള മിൽനയുടെ അമ്മ നാട്ടിലെത്തിയ ശേഷമേ സംസ്കാരം നടക്കൂ.